ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക്. നിങ്ങൾ സ്നേഹിച്ചിരുന്നൊരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ എക്സ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. 5 കാര്യങ്ങൾ ഞാൻ പറയും. കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, സോ അതിനു മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. 85% റിസൾട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ആളുകൾ ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയൊരു കാര്യം കൂടിയാണിത്. ഓക്കെ, അതിനു മുമ്പ് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എക്സ് പോയത് എങ്ങനെയാണെന്ന് കൂടി നോക്കണം. നിങ്ങളുടെ എക്സ് പോയത് നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു തെറ്റ്, ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന വലിയൊരു ചതി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് കൊണ്ടാണ് അവർ പോയത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും അവർ വരാൻ ചാൻസ് വളരെ കുറവാട്ടോ. ഞാൻ ആദ്യമേ പറയാം. ഇനി അതുപോലെ തന്നെ അവരൊരിക്കലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആവില്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫ് തകർക്കപ്പെടും. അവർ പോയതിന് ശേഷം നിങ്ങളുടെ ലൈഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഒട്ടും നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് 100% നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും അവർ ലൈഫിലോട്ട് തിരിച്ച് കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, എങ്ങനെയുള്ള ആളുകളാണ് എക്സ് തിരിച്ച് കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിസ്സാരമായിട്ടുള്ള ചിലപ്പോൾ കാരണം കൊണ്ട് പിണങ്ങിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹം കൊടുക്കാതെ സ്നേഹിക്കാൻ പറ്റാതെ നിങ്ങളുടെ ഭാഗത്തുള്ള കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകൾ കൊണ്ട് പോയ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റിസൾട്ടൊക്കെ ഈ ഒരു 5 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. വീഡിയോ ഒന്ന് മുഴുവനായിട്ടും കാണാം. ഞാൻ അവസാനം പറയുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അതും കൂടി കണ്ടിട്ട് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കാം. ലെറ്റ്സ് ഗോ. ഫസ്റ്റ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ നിങ്ങളെ വിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഫസ്റ്റത്തെ കാര്യമാണ് നിങ്ങൾ പിന്നെയും പുറകെ പോയിട്ട് വാടി നീ തിരിച്ച് വരടാ, നീ തിരിച്ച് വാ, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റുന്നില്ലടി, എനിക്ക് ഇതിന് അത്രക്കും ഇഷ്ടമാണ്, ഒന്ന് മനസ്സിലാക്കുക, എൻ്റെ ഭാഗത്തൊരു തെറ്റ് പറ്റിപ്പോയി, സോറി ഐ എം സോറി എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിലും അവരെ കൊണ്ട് ബ്ലോക്ക് ചെയ്യിപ്പിച്ച്, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഗൂഗിൾ പേ വരെ ബ്ലോക്ക് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ പുറകെ പോയിട്ട് നിൽക്കരുത്. നിങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ സോറി പറയാം. നിങ്ങൾ അവിടെ ഒരു ചെയ്യേണ്ട കാര്യം, കുറച്ച് മാസത്തേക്ക് നിങ്ങളൊന്ന് മ്യൂട്ടാവുക, കുറച്ച് മാസത്തേക്ക് നിങ്ങളൊന്ന് കാണാതിരിക്കുക, ഇൻവിസിബിൾ ആവുക എന്ന് പറയും. നിങ്ങൾ ഫേസ്ബുക്ക് എല്ലാം ഇൻസ്റ്റാഗ്രാം എല്ലാം ഡിസേബിൾ ചെയ്യാം. നിങ്ങൾ കുറച്ച് സമാധാനമായിട്ട് നിങ്ങൾ കുറച്ച് ട്രാവലൊക്കെ ചെയ്തിട്ട് കുറച്ച് നിങ്ങളൊന്ന് മൈൻഡ് ഒന്ന് കൂളാക്കും. കാരണം അത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് പറ്റിയെന്നൊക്കെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് കിട്ടും. കുറച്ച് ഫ്യൂ മന്ത്സ് നിങ്ങൾ മാറി നിൽക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഈ സമയത്ത് അവർക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഉള്ളിലുള്ള ദേഷ്യങ്ങളൊക്കെ ഒരുപാട് കുറയും. ഓക്കെ, ഒരുപാട് നിങ്ങളുടെ ദേഷ്യവും ഇതൊക്കെ കുറഞ്ഞിട്ട് അവർക്ക് സംസാരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു കുറച്ച് ഫ്യൂ മന്ത്സ് നിങ്ങൾ മാറി നിൽക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും കിട്ടും. നമ്പർ 2, നിങ്ങൾ ഈ മാറി നിൽക്കുന്ന കുറച്ച് മാസം നിങ്ങൾ ചിലപ്പോൾ ജിമ്മിൽ പോയിട്ടോ, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് എക്സസൈസൊക്കെ ചെയ്ത് കുറച്ചുകൂടെ ബ്യൂട്ടി കോൺഷ്യസ് ആയി, കുറച്ച് ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മാറ്റി നിങ്ങൾ പെട്ടെന്നൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. കാരണം ഒരാൾ കാണുമ്പം നിങ്ങൾക്ക് ഒരു നല്ല ചേഞ്ച് ഫീൽ ചെയ്യണം. എടാ നീ ഭയങ്കരമായിട്ട് മാറിപ്പോയല്ലോ എന്ന് തോന്നണം. എടാ നീ പെട്ടെന്ന് തടിച്ചൊരാളാണെങ്കിൽ പെട്ടെന്ന് മെലിയുമ്പോൾ, അല്ലെങ്കിൽ മെലിഞ്ഞൊരാൾ പെട്ടെന്ന് തടിക്കുമ്പോൾ കുറച്ച് നിങ്ങളുടെ ശരീരം നോക്കുക. നിങ്ങൾക്ക് തടിച്ചിരിക്കുന്നതാണോ ഭംഗി, അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നതാണോ ഭംഗി, നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് നോക്കുക. ഇങ്ങനെ ആയതിന് അടിപൊളിയാണ്, അങ്ങനെ ആവാൻ ശ്രമിക്കുക. കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ചുകൂടെ അതിനെപ്പറ്റിയുള്ള വീഡിയോസൊക്കെ ഞാൻ വേണമെങ്കിൽ ഉടൻ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് വേണമെന്നിട്ട് താഴെ കമൻറ്റ് ചെയ്താൽ മതി. എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് നടക്കണം, എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നുള്ള പോയിൻറ്റ്സുകളൊക്കെ വെച്ച് വേറെ വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇപ്പം മാക്സിമം ബെറ്റർ ആവാൻ ശ്രമിക്കുക. നിങ്ങളുടെ വോയിസ്, വോക്കൽ, സംസാര രീതി, ഹെയർ സ്റ്റൈല് നിങ്ങൾ യൂസ് ചെയ്യുന്ന, ഇപ്പം കണ്ണട വെക്കാത്തവരാണെങ്കിൽ കണ്ണട വെക്കുന്നു, സ്പെക്സ് യൂസ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മാറ്റി നിങ്ങളൊന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ആക്റ്റീവ് ആവാൻ പെട്ടെന്ന് ശ്രമിക്കണം. നിങ്ങളൊരു പെട്ടെന്ന് നല്ലൊരു ബ്രേക്ക് എടുത്തിട്ട് പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു വരുന്ന പോലെ. അപ്പോൾ അതിൽ നിങ്ങളുടെ ഒരുപാട് നല്ല ഫോട്ടോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് നിങ്ങൾ പെട്ടെന്നൊരു കംബാക്ക് പോലെ തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ നല്ല ഫോട്ടോസ്, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നിങ്ങൾ നല്ല ഭയങ്കര ബെറ്റർ ഫീൽ ചെയ്യുന്ന, കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന നല്ല ക്യാമറയിലൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഫോട്ടോസും നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് ആ ഒരു ഇൻസ്റ്റാഗ്രാം നല്ലൊരു ക്വാളിറ്റി, അതായത് ചുമ്മാ ഡാഡീസ് പ്രിൻസസ്, ഐ ആം ദ സംഭവം, ഐ ആം ദ ആൽഫമിൽ അങ്ങനെയൊന്നും പറയാതെ കുറച്ചുകൂടെ ഭയങ്കര നല്ല സിമ്പിളായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാണുന്ന ആളുകൾക്ക് ഒരു അട്രാക്റ്റഡ് തോന്നുന്ന രീതിയിലൊരു ഇൻസ്റ്റാഗ്രാം ആക്കിയെടുക്കാൻ, ഫേസ്ബുക്ക് ആക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിൻറ്റ്. നാലാമത്തെ പോയിൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളെ അവർ ചിലപ്പം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്ന, അവർ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഫ്രണ്ട് സർക്കിളിലുള്ള ആളുമായിട്ട് കൂടുതൽ കമ്പനി ആവാൻ ശ്രമിക്കുക. അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും നല്ലൊരു ഫോട്ടോ, നല്ലൊരു വീഡിയോ ഒക്കെ അവരെ മെൻഷൻ ചെയ്തിട്ട് പറയണം, ഇതൊന്ന് സ്റ്റോറി ഇട്ടേക്കണേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭയങ്കര ഇമ്പ്രസ്ഡ് ആവാൻ ചാൻസ് ഉള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ അവരെ കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളെ കൊണ്ട് സ്റ്റോറി ഇടിപ്പിക്കുക. അങ്ങനെ ഇടുന്ന സമയത്ത്
ഒബിയസ്ലി അത് അവർ കാണും. അങ്ങനെ അവർ കാണുവാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. നല്ല ഡിഫറൻറ്റ് ഫീൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ മെമ്മറി ലിസ്റ്റിലോട്ട് പോകും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് മാറ്റിയത് കൊണ്ട് തന്നെ അവർ വന്ന് നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമൊക്കെ പ്രൊഫൈലൊക്കെ ഒന്ന് എടുത്ത് നോക്കാൻ ശ്രമിക്കും. നോക്കുമ്പോൾ ഭയങ്കര മാറ്റം ഫീൽ ചെയ്യുമ്പോൾ അവർക്കൊന്ന് ലൈഫിലേക്ക് തിരിച്ചു വന്നാലോ, ഒന്ന് എന്ത് വിശേഷങ്ങൾ അന്വേഷിക്കാനെങ്കിലും തോന്നിയാൽ ഓട്ടോമാറ്റിക്കലി അവരെ മനസ്സത് പറയും. അങ്ങനെ തീർച്ചയായിട്ടും വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 5ാമത്തെ പോയിൻറ്റ് വളരെ കെയർഫുള്ളായിട്ട് കേൾക്കുക കേട്ടോ. അവർ നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു സ്റ്റോറി പോലും സാഡായിട്ടുണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു മിസ്സിങ് ഫീൽ ഉള്ളത് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട്, നിങ്ങൾ ഭയങ്കര ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര അടിച്ചു പൊളിച്ചിട്ടാണ് പോകുന്നത് എന്നുള്ളത് മാത്രമേ അവരത് കാണാൻ പാടുള്ളൂ. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സാഡ് സ്റ്റോറി, സാഡ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടാണ് അവർ നിങ്ങളുടെ ബാക്കിൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നശിച്ചിട്ടാണ് അവർ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ തോന്നും, ഞാൻ വീണ്ടും പോയാൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ലൈഫ് നശിച്ചു പോകും, ഞാൻ പോകാതിരിക്കുന്നതാണ് ബെറ്റർ. അവർ വരില്ല. സോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് വരാൻ തോന്നും, വിശേഷങ്ങൾ അന്വേഷിക്കാൻ തോന്നും, സുഖമാണോ, അല്ലെങ്കിൽ അന്ന് അവരുടെ ഭാഗത്തൊക്കെ തെറ്റുപറ്റുന്ന ഒരു സോറി പറയാനൊക്കെ തിരിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിനെ വീണ്ടെടുക്കാനും പറ്റും. ഈ 5 പോയിൻറ്റ്സും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതില്ല. ഒരുപാട് പോയിൻറ്റ്സുകളുണ്ട്. നിങ്ങൾക്കിത് വർക്കൗട്ട് ആകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കിത് റിസൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് നമുക്ക് ബാക്കിയുള്ള പോയിൻറ്റ്സുകളൊക്കെ അടുത്തടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതെൻ്റെ അഭിപ്രായം മാത്രം കേട്ടോ. ഞാൻ എനിക്ക് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളുടെ എക്സ് പോയതും, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, അവർ നിങ്ങളെ സീരിയസ് ആയിട്ടാണ് സ്നേഹിച്ചത് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അവർ നിങ്ങളെ പറ്റിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വീണ്ടും എന്തിനാണ് പറ്റിക്കുന്നവരുടെ ലൈഫിൽ വീണ്ടും കൊണ്ടുവരുന്നത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങളുടെ ലൈഫിൽ അവർ നിങ്ങളെ ഭയങ്കര സ്നേഹത്തോടെ സത്യസന്ധമായിട്ടാണ് സ്നേഹിച്ചത് എന്നുണ്ടെങ്കിൽ, ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡ് വഴി, അല്ലെങ്കിൽ ഒരു ചെറിയ എന്തൊക്കെയോ തെറ്റിദ്ധാരണ വഴിയൊക്കെയാണ് അവർ പോയത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. അവർ സീരിയസ് ആയിട്ടാണ് സ്നേഹിച്ചെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ വരാനുള്ള ചാൻസ് ഉള്ളൂ കേട്ടോ. അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവർ നമ്മളെ സീരിയസ് ആയിട്ടാണ് സ്നേഹിച്ചത്, അവർക്ക് ഒരുപാട് നല്ല മെമ്മറീസ് നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ഉറപ്പായിട്ട് നമ്മൾ മിസ് ചെയ്യും എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു പവർ കിട്ടും. ഓട്ടോമാറ്റിക്കലി അവർക്ക് വരാനുള്ള ടെൻഡൻസി വരും. ഇപ്പോൾ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ, ഞാൻ അതാണ് കറക്റ്റ് പോയിൻ്റ് 1, 2, 3, 4, 5 അങ്ങനെ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു. ഇതിങ്ങനെ തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ കുറേ മാറിയേക്കാണ്ട് സടപടെ ഇത് ഒരു സ്വിച്ച് ഇടുന്ന പോലെ ലൈഫ് മാറ്റി കാണിക്കുന്ന രീതിയിലൊന്നും ആവണ്ട. കുറച്ച് മന്ത് എന്തായാലും ഇതിന് ടൈം എടുക്കും, നല്ല ടൈം എടുക്കും. ഒരു 6 മന്ത് അല്ലെങ്കിൽ ഒരു 1 ഇയറിനടുത്ത് സമയം എടുക്കും. നിങ്ങൾ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇനി അവർ വന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു കരിയർ ചേഞ്ച് ചെയ്യാൻ ഈ പറഞ്ഞ 5 പോയിൻറ്റ്സിനും സാധിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. തീർച്ചയായും ഈ പറഞ്ഞ 5 പോയിൻ്റ് അവർ വരുന്നില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു വില തോന്നും, ഒരു വാല്യൂ തോന്നും. മറ്റുള്ള ആർക്കും നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. നിങ്ങൾ സാഡാണോ, സങ്കടമാണോ, സന്തോഷമാണോ എന്ന് നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്ന ഒരാൾക്ക് കൺഫ്യൂസ്ഡ് ആവും. ഇവരുടെ ക്യാരക്ടർ പോലും അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടർ പോലും പിടികെട്ടാത്ത രീതിയിലേക്ക് മാറാൻ പറ്റും. സോ നല്ല പോയിൻറ്റ്സ് ആട്ടോ ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്, ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ പവർ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് വേണമെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഞാനത് കമൻറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അടുത്തടുത്ത വീഡിയോസിൽ എന്തൊക്കെ ചെയ്യണമെന്ന്